ഇനി എൻ്റെ യാത്ര എന്ന സെഗ്മെൻ്റാണ്. ഇന്ന് ഇസ്താംബുൾ വിശേഷങ്ങളുമായി കോഴിക്കോട് സ്വദേശിയും ലണ്ടൻ പ്രവാസിയുമായ സൈബക്കും സുഹൃത്ത് ഷബീബും ചേരുകയാണ് എൻ്റെ യാത്രയിൽ. നമസ്കാരം, എൻ്റെ പേര് സൈബക്. നിങ്ങളെല്ലാവരും പോലെ തന്നെ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഉള്ളത് തുർക്കിയിലെ ഇസ്താൻബുളിലാണ്. സോ എൻ്റെ ഈ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് കാണാം. തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമാണ് ഇസ്താൻബുൾ എന്ന് പറയുന്നത്. ഒരേ സമയം യൂറോപ്പിലും ഏഷ്യയിലും സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏക നഗരം കൂടിയാണ് ഇസ്താൻബുൾ. ഇസ്താൻബുളിന്റെ യൂറോപ്യൻ ഭാഗത്താണ് ചരിത്രപ്രധാനമായ കാഴ്ചകളെല്ലാം തന്നെ. ഇസ്താൻബുളിനെ പറ്റി പറയുമ്പം ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അവിടുത്തെ ഭക്ഷണ വൈവിധ്യം. പല തുർക്കിഷ് വിഭവങ്ങളും കഴിക്കാൻ സാധിച്ചു. അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഓട്ടോമൻ തുർക്കിഷ് വിഭവമായ ക്ലേപോട്ട് ബീഫാണ്. അതുണ്ടാക്കുന്ന രീതിയും രുചിയും വ്യത്യസ്തമായിരുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ബോസ്ഫറസ് കടലിലൂടെയുള്ളൊരു നൈറ്റ് ക്രൂസിലാണ്. ബോസ്ഫറസ് കടലാണ് ഇസ്താൻബുളിനെ ജിയോഗ്രഫിക്കലി ഏഷ്യയായും യൂറോപ്പായും വേർതിരിച്ചിരിക്കുന്നത്. ഇസ്താൻബുളിൻ്റെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് എന്ന് പറയാവുന്ന ഒരു തെരുവാണിത്, ഇസ്തിക്ലാൽ അവന്യൂ. ഈ തെരുവിനനുബന്ധിച്ചാണ് ഇസ്താൻബുളിന്റെ നൈറ്റ് ലൈഫ് കാഴ്ചകളും എല്ലാം തന്നെ. ഇസ്താൻബുളിന്റെ മറ്റൊരു ചരിത്ര മന്ദിരവും ഗലാട്ട ടവർ. ഇതിന്റെ മുകൾ നിലയിൽ നിന്നും ഇസ്താൻബുൾ നഗരത്തെ അതിമനോഹരമായി കാണാം. ഈ കാണുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേൽക്കൂരയുള്ള മാർക്കറ്റ്, ഗ്രാൻഡ് ബസാർ. ഏകദേശം 4000 മുതൽ 5000-ഓളം കടകൾ ഇതിനകത്തും പുറത്തുമായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇസ്താൻബുൾ യാത്രാവിശേഷം? നിങ്ങളൊരു സഞ്ചാര പ്രേമിയാണെങ്കിൽ, ഒരു ഭക്ഷണ പ്രേമിയാണെങ്കിൽ എന്തായാലും വന്നിരിക്കേണ്ട ഒരു നഗരമാണ് ഇസ്താൻബുൾ എന്ന് പറയുന്നത്. മാത്രമല്ല, മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് ചെലവും കുറവാണ്. സോ എൻജോയ്, എക്സ്പ്ലോർ.